എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാഗേന്ദ്രൻ അഭിയോട് പറയുന്നുണ്ട്, വേണുവും അനാമികയും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിൽക്കണം. എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ബലിയാടാക്കാൻ ഇതുപോലുള്ള ആൾക്കാർ കൂടെ വേണം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, പൈസയ്ക്ക് വേണ്ടി വേണു എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അയാൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരൂടെ വണ്ടിയിൽ കയറി പോകുന്നത് അജയൻ കാണുവാണ്. അജയന് ഭയങ്കര ദേഷ്യമാവും. നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ച് പോരുന്നുണ്ട് അജയൻ. ഈ സമയം വീട്ടിൽ ജാനകിയും ജലജയും കൂടെ ചർച്ച നടത്തുന്നത് അനിയുടെ വിവാഹത്തെക്കുറിച്ചാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല നവീൻ്റെ അമ്മ പത്മ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന്. ഏതായാലും അവരും കൂടി സമ്മതിച്ച സ്ഥിതിക്ക് ഈ വിവാഹം നടക്കും. പിന്നെ അനി എന്തിനാ അവളുടെ പുറകെ നടക്കുന്നതെന്ന് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലും ആ വിവാഹം നടന്നു പോകട്ടെ. അങ്ങനെ നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് അവൻ വിഷമിച്ച് നടക്കുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ വഴിയെ തന്നെ അവനെ കൊണ്ടുവരാമെന്നും പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് അജയൻ വരുന്നു. അജയൻ കട്ടക്കലിപ്പിലാണ്. അജയൻ ജലജയോട് പറയുന്നുണ്ട്, നിൻ്റെ മകൻ നിന്നെ 1% പോലും അനുസരിക്കുന്നില്ല എന്ന് എനിക്കിന്ന് മനസ്സിലായി. അവൻ എന്താ പറഞ്ഞത്, നാഗേന്ദ്രനുമായിട്ട് അവന് ബന്ധമൊന്നും ഇല്ല എന്ന്. പക്ഷെ അവൻ പറഞ്ഞത് മൊത്തം കള്ളമാണെന്ന് ഞാൻ ഇന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു. അവൻ നാഗേന്ദ്രൻ്റെ കൂടെ ഒരു വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടു എന്ന് പറയുമ്പോഴേക്കും ജലജയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ജലജ അതത്ര നല്ലതിനല്ല, ഇത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്, വെറുതെ പ്രശ്നങ്ങളുണ്ടാകും, അവനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയുന്നതാണ് നല്ലത് എന്ന്. അന്നേരവും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കും കേട്ടോ അജയൻ. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതേക്കും അഭിയും അങ്ങോട്ട് വരും. അഭി വരുന്നത് അജയൻ ചോദിക്കുന്നത് എവിടെ പോയതായിരുന്നു എന്ന്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ് എന്ന് പറയുമ്പം ഏത് ഫ്രണ്ടിനെ എന്ന് അടുത്ത ചോദ്യം വരും. അന്നേരം എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നോർത്തിങ്ങനെ അഭി മിണ്ടാതെ നിൽക്കുമ്പം ജാനകി ചോദിക്കും, ആ ഫ്രണ്ട് നാഗേന്ദ്രനാണോ എന്ന്. അന്നേരം അല്ല, ഞാൻ അച്ഛനെ കാണാറൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും കാരണം തീർത്തൊണ്ണം കൊടുക്കുവാണ് അച്ഛൻ. നീ മുഖത്ത് നോക്കി നുണ പറയുന്നോ, നീ പറഞ്ഞതെല്ലാം നുണയാണ് എന്ന് ഞാൻ ഇന്ന് നേരിട്ട് കണ്ടടാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു വണ്ടിയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടു. നിന്നോട് പറഞ്ഞതാണ് നാഗേന്ദ്രനുമായിട്ട് യാതൊരു ബന്ധവും കാണരുത് എന്ന്. എന്നിട്ടും നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ നീ യോഗ്യനല്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാനല്ലായിരുന്നു, എൻ്റെ ആവശ്യമല്ലായിരുന്നു ഇത്. അച്ഛനാണ് പറഞ്ഞത് നാഗേന്ദ്രനുമായിട്ട് ഈ വീട്ടിലുള്ള ആർക്കും യാതൊരു ബന്ധവും വേണ്ട എന്ന്. അതുപോലൊരു ചതി ചെയ്തിട്ട് അവൻ 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്ന് പോയതാണ്. അന്ന് അവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടത് അച്ഛനാണ്. അച്ഛൻ്റെ വാക്കിനെയാണ് നീ ധിക്കരിച്ചത്. ഏതായാലും ഈ പോക്ക് പോവുകയാണെങ്കിൽ നീ ഒരുപാട് കാലം ഇവിടെയൊന്നും കാണുകയില്ല എന്നൊക്കെ പറയുന്നു. അന്തേക്കും ഭയങ്കര ദേഷ്യപ്പെട്ട് ഈ ഒച്ച വയ്ക്കുന്നതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് ആദർശം ദേവേനിയും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഇതാ സംഭവം എന്നറിയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, എന്തിനാടാ വെറുതെ കൊള്ളാനായിട്ട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നാഗേന്ദ്രനെ കാണാൻ പോകണ്ട എന്ന് നിന്നോട് പറഞ്ഞിരുന്നല്ലേ, എന്നിട്ട് നീ ഇപ്പോഴും നാഗേന്ദ്രൻ്റെ പുറകെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം ജലജ ആദർശനോട് ചോദിക്കുക, നീ പല സമയത്ത് ഇവനെ ഉപദേശിക്കുന്നതും അടിക്കുന്നതും വഴക്ക് പറയുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതിനെ പലപ്പോഴും എതിർത്തിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം എന്താ നീ അവനോടൊന്നും പറയാത്തത്? ആ ദുഷ്ടനുമായിട്ട് ഇവനോട് ബന്ധം കൂടരുത് എന്ന് നിനക്ക് പറഞ്ഞുകൂടെ? നിനക്ക് ഇതിൻ്റെ അകത്ത് അഭിപ്രായമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം ആദർശ പറയുവാണ്, ഏതായാലും നാഗേന്ദ്രനേക്കാൾ വലിയ വിഷം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന്. അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് എന്ന് പറയുമ്പം പെട്ടെന്ന് ജലജയുടെ മുഖം മങ്ങും. അന്നേരം അതിൻ്റെ കൂടെ തന്നെ അജയൻ ചോദിക്കും, നീ ആരെ ഉദ്ദേശിച്ചാ അത് പറഞ്ഞത് എന്ന്. അന്നേരം ഞാൻ ആരെ ഉദ്ദേശിച്ചാൽ പറഞ്ഞത് എന്ന് പറഞ്ഞവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഭയങ്കര ദേഷ്യത്തിൽ അജയൻ പറയുന്നുണ്ട്, നീ നാഗേന്ദ്രൻ്റെ പുറകെ അന്വേഷണമായിട്ട് നടക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അറിഞ്ഞിടത്തോളം മതി, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് ഈ വീടിന് തന്നെ ദോഷം ചെയ്യത്തേ ഉള്ളൂ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അഭിയോട് പറയുവാണ്, ഇനിയും നീ ഈ രീതി പിന്തുടരാനാണ് ഭാവമെങ്കിൽ നിന്നെ വെട്ടിക്കണ്ടിച്ച് അവൻ്റെ മുന്നിൽ തന്നെ ഞാൻ കൊണ്ടിട്ട് കൊടുക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ നീ ഉണ്ടാവില്ല ഈ വീട്ടിൽ എന്ന് ഞാൻ പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല, ഇത്രയും കാലം പറഞ്ഞതുപോലെ ആയിരിക്കത്തുമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അജയൻ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തോടെ ജലജയം പറയുന്നുണ്ട്, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടാ, നിൻ്റെ തെറ്റുകൾക്കെല്ലാം ഞാൻ കൂട്ടുനിന്നു, എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്തു നിന്നു, എന്നിട്ട് നീ എന്നെ കൊല്ലാനുള്ള വഴിയാണോ നോക്കുന്നത്? ആ നാഗേന്ദ്രൻ എന്നാ ദുഷ്ടനാണെന്നറിയാവോ? അവനെ ഈ വീട്ടിലുള്ള ആരും കാണരുത് എന്ന് നിൻ്റെ മുത്തശ്ശൻ തന്നെ പറഞ്ഞതല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ദേഷ്യപ്പെട്ട് വന്ന് കോളറിന് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി നീ അവനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും അജയൻ പറഞ്ഞ പോലെ വെട്ടി നുറുക്കി അവൻ്റെ മുന്നിൽ തന്നെ നിന്നെ ഞാൻ കൊണ്ട് ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യം
ദേഷ്യപ്പെട്ട് ജലജ അങ്ങ് കയറി പോവേ. അന്നേരം ഇങ്ങനെ ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുവാണ് ആദർശം നയനയും. ഇത്ര നാളും ഇവരിങ്ങനെ ഒന്നും അല്ലല്ലോ പെരുമാറിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ് ആദർശം നയനയും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ആദർശം അറിയുന്നുണ്ട് ഇതെന്താ ഇളയച്ചൻ ഇങ്ങനെ മാറിപ്പോയത്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും സംഭവം അറിഞ്ഞാൽ ആദ്യം പോയി മുത്തശ്ശനോട് പറയും. എന്നിട്ട് അവരതിനെപ്പറ്റി ഒരു ചർച്ച നടത്തിയിട്ടാണ് അഭി വരുമ്പം അവനോട് സംസാരിക്കുകയോ അവനെ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അത് മിക്കപ്പോഴും മുത്തശ്ശനാണ് ചെയ്യാറുള്ളത്. ഇതിപ്പം എന്താ ഇളയച്ചൻ ഇങ്ങനെ മാറിപ്പോയതെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നാഗേന്ദ്രനുമായിട്ട് നമ്മളറിയാത്തത്. അത് തന്നെയാണ് ഇതിന് പിന്നിലെ കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് ഓണത്തിൻ്റെ തിരക്കാണ്. ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ ഇറങ്ങിയേ പറ്റുള്ളൂ. ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നറിയണം. ഏതായാലും ഈ സംഭവങ്ങളെല്ലാം അപ്പച്ചിക്കും ഇളയച്ചനും ഇളയമ്മയ്ക്കും അറിയാം. അതുപോലെ അത് മുത്തശ്ശനും അറിയാം എന്നാണ് തോന്നുന്നത്. പക്ഷേ മുത്തശ്ശനൊന്നും വിട്ടു പറയുന്നില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ഇളയച്ചനായിരുന്നു. പക്ഷേ ഇളയച്ചന് പണ്ടത്തെ പോലെ എന്നോടൊരു സ്നേഹമൊന്നുമില്ല, എന്തൊക്കെയോ വെറുപ്പുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുമ്പം നയനയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നി. ചെറിയ വെറുപ്പല്ല, നല്ല ദേഷ്യമുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് നയനയും പറയുന്നുണ്ട്. എന്നിട്ട് നയന അതിൻ്റെ കൂടെ ചോദിക്കും ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്ന സ്ഥിതിക്ക് അവന്തികയുടെ നിലപാട് എന്തായിരിക്കും, അതിനെപ്പറ്റി എന്തെങ്കിലും ഊഹം ഉണ്ടോ എന്ന്. അന്നേരം ആദർശം പറയുക അവളുടെ സ്വഭാവം നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അഭിയുടെ ബ്ലഡ് അല്ലേ അവൾക്ക്, അതുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങളൊന്നും അവളോട് പറയണ്ട എന്ന് പറയുവാണ്. ശരിക്കും ഇവിടെ പൊട്ടൻ ആദർശാന്ന് തോന്നുന്നു. നവ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവന്തിക അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കേണ്ട, അവളും അഭിയുടെ കൂടെ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് നവ്യ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. അന്നേരവും ആദർശ് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഏതായാലും താഴെ കിടന്ന് ഇത്രയും പ്രകടനം നടത്തിയിട്ട് നേരെ അജയ മുകളിലോട്ട് കയറി ചെല്ലുന്നു. എന്നിട്ട് അനിയോട് പറയുവാണ് നിനക്കിപ്പം ഇഷ്ടം പോലെ നല്ല നല്ല വിവാഹ ആലോചനകൾ വരുന്നുണ്ട്, അതിലേതെങ്കിലും നല്ലൊരു കല്യാണം ഞങ്ങളങ്ങ് ഉറപ്പിക്കാൻ പോകുവാണ് എന്ന്. അന്നേരം അനി പറയും അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ മനസ്സിൽ ആരാണോ ഉള്ളത് എന്ന് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് വേറൊരു പെൺകുട്ടിയെ നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറയുമ്പം ജാനകി ചോദിക്കും അതിന് നന്ദുവിനെ നിൻ്റെ കൂട്ടുകാരൻ നവീൻ വിവാഹം കഴിക്കുമല്ലേ, അവൻ്റെ വിവാഹം കഴിഞ്ഞാലും നീ അവളെ ആലോചിച്ചുകൊണ്ട് നടക്കുമോ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ നന്ദു അല്ലാതെ വേറൊരു പെണ്ണുണ്ടാകിയല്ല എന്ന് പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട അജയൻ പറയുവാണ് നീ അവളെ വിവാഹം കഴിക്കാമെന്ന് ഓർത്ത് ഇനി മുന്നോട്ട് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ സമ്മതിക്കത്തില്ല, അവളെ എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്നെ കണ്ടിട്ടാണ് അവളെ ഇഷ്ടപ്പെട്ടത്, അവളെ മുടി കണ്ടിട്ടാണോ ആ മൊട്ടത്തല കണ്ടിട്ടാണോ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് അതിനെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പരസ്പരം സ്നേഹിക്കുന്നത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ മുടി കണ്ടിട്ടോ ഒന്നുമല്ല, സ്വഭാവം കണ്ടിട്ടാണ് എന്ന്. അന്നേരം അജയൻ ചോദിക്കും അതിന് അവൾക്ക് നല്ല സ്വഭാവമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്, ആ വീട്ടിൽ ആകെ സ്വഭാവം നല്ലതുള്ളത് നയന മാത്രമാണ്, മറ്റത് രണ്ടും അത്ര നല്ലതൊന്നുമല്ല, അതുകൊണ്ട് അവളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, മൂന്നാമത് ഒരാളെ കൂടി ഈ വീട്ടിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, ഇനി അവളുമായിട്ടുള്ള നിൻ്റെ വിവാഹം കഴിഞ്ഞാൽ തന്നെ അത് വലിയ പ്രശ്നമാവും, അവൾ ഭയങ്കര ഡേഞ്ചറാണ് എന്ന് പറയുമ്പം അച്ഛൻ എന്നെ ഈ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ അച്ഛൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പം അജയൻ പറയുന്നുണ്ട് എടാ നിന്നെ അവൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം അറിയാലോ, എന്നും എവിടെയെങ്കിലും പോയി പ്രശ്നങ്ങളുണ്ടാക്കും, ഗുണ്ടകളുമായിട്ട് വരെ പ്രശ്നങ്ങളുണ്ടാക്കും, അത് ഈ വീടിനെ തന്നെ ബാധിക്കും, അതുകൊണ്ട് അവളെ വിവാഹം കഴിക്കാമെന്ന് ഓർത്ത് നീ ഇരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും അനി പറയും എൻ്റെ തീരുമാനം ഞാൻ എല്ലാവരെയും അറിയിച്ചത്, അതിൽ എനിക്ക് മാറ്റമൊന്നുമില്ല എന്ന്. അന്നേരം ഇത്രയും നാളും പറഞ്ഞതുപോലെയൊന്നും അല്ല, നിന്നെ സ്നേഹിക്കാനും നിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒപ്പം നിൽക്കാനും മാത്രമല്ല എനിക്കറിയാവുന്നത്, അതിനപ്പുറം ചെയ്യാനും എനിക്കറിയാമെന്ന് പറഞ്ഞ് തല്ലാൻ ചെല്ലുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഇതൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ എനിക്ക് ഇങ്ങനൊരു സ്വഭാവം ഇങ്ങനെ മാറിയത് അങ്ങ് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ ഒരിക്കലും നന്ദു ഈ വീടിൻ്റെ പടി കടന്ന് വരും, നിൻ്റെ ഭാര്യയാകുമെന്ന് നീ കരുതണ്ട, അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. അന്നേരം ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കിളി പോയി നിൽക്കുവാണ് അന്നേരം ജാനകി നീ എന്താ വിചാരിച്ചത്, നിൻ്റെ എല്ലാ തോന്നിയവാസത്തിനും നിൻ്റെ അച്ഛൻ കൂട്ടി നിൽക്കുന്നോ, ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ, നന്ദുവിനെ വിവാഹം കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഈ ജന്മം സമ്മതിക്കത്തില്ല, നീ അവളെ മറക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോവും. ഏതായാലും റിലേ കിട്ടാത്ത പോലെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുവാണ് അത് കഴിഞ്ഞ് നേരെ ആദർശിൻ്റെ നയനയുടെ അടുത്തോട്ട് ചെല്ലും. അന്നേരം ആദർശും നയനയും ഈ അജയൻ്റെ ഈ സ്വഭാവ മാറ്റത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ചെന്നിട്ട് അനിജു പറയുവാണ് ഇതെന്താ അച്ഛൻ ഇങ്ങനൊരു മാറ്റം, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആദർശേട്ടൻ കണ്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ആ മാറ്റത്തിന് പിന്നിൽ വേറെ പല കാര്യങ്ങളുണ്ട്, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം, ഒന്ന് അന്വേഷിക്കണം, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയുമ്പം അനി ചോദിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടുകൂടെ പറ, എനിക്കും അറിയാമല്ലോ എന്ന്. അന്നേരം നയന പറയും പറയാറായിട്ടില്ല അനി, കുറച്ച് കാര്യങ്ങൾ
കൂടി അറിയാനുണ്ട്, എന്നിട്ട് പറയാമെന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അച്ഛൻ ഇപ്പം പണ്ടത്തെ പോലെയൊന്നും അല്ല, ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അതുപോലെ എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഞങ്ങളോട് പോലും ഇത്തിരി വെറുപ്പുള്ളത് പോലെയാണ് ഇളയച്ചൻ പെരുമാറുന്നത് എന്ന്. അന്നേരം അനി പറയും, എനിക്കും അങ്ങനെ തോന്നി, അതുപോലെ എൻ്റെ ബ്രാഞ്ചിലേക്ക് വരികയോ ബിസിനസ്സിനെ പറ്റി എന്നോട് എന്തെങ്കിലും ചോദിക്കുകയോ ഒന്നുമില്ല, അതിനെപ്പറ്റി വല്യച്ഛൻ പോലും പരാതി പറയുന്നത് ഞാൻ കേട്ടു എന്നൊക്കെ പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഇളയച്ചൻ കൂടി ഈ വിവാഹത്തിന് എതിര് നിൽക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നിൻ്റെ കൂടെ നിൽക്കുന്നത്, ആകെ പ്രശ്നമാവുമല്ലോ എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ച് തന്നെ തുറന്നു പറഞ്ഞതാണ്, എല്ലാവരും കേട്ടതുമാണ്, അതുകൊണ്ട് അതിൽ വലിയ മാറ്റമൊന്നുമില്ല, ഒരടി പോലും ഞാൻ പിന്നോട്ട് പോകില്ല അതിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് കയറി പോകുന്നു. ആകെ ടെൻഷനായി ആദർശനും നയനയ്ക്കും. ഇതിനി എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. അതുപോലെ അടി കിട്ടി കവിളും തലോടിക്കൊണ്ട് അഭി ടെറസിൽ പോയി നിൽപ്പുണ്ട്. അന്നേരം അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. നവ്യ മനസ്സിലോർക്കുക, നിനക്ക് 2 കിട്ടേണ്ടതായിരുന്നു, അതിങ്ങനെയെങ്കിലും കിട്ടിയല്ലോ എന്ന്. അങ്ങനെ അടുത്ത് ചെന്നിട്ട്, എന്നെ പറ്റിയിടാ നിൻ്റെ അമ്മാവൻ നിന്നെ തല്ലേണ്ട കാര്യം എന്തായിരുന്നു ഈ ഒരു വിഷയത്തിൽ, എനിക്കത് മനസ്സിലാകുന്നില്ല, നിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം കാണും, പക്ഷേ അമ്മാവൻ ഇത്രയും ദേഷ്യപ്പെടേണ്ടയും അടിക്കേണ്ടയും കാര്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അതാ എനിക്കും മനസ്സിലാകാത്തത്, ഇനിയിപ്പം എന്നെ അമ്മാവൻ തല്ലിയാലും എൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയുമ്പം നവ്യ പറയും, വേണ്ട കേട്ടോ, ഇനി നീ നിൻ്റെ അച്ഛനുമായിട്ട് വലിയ ബന്ധം വെക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. അന്നേരം നിന്നോട് അവിടെ പോകരുതെന്ന് അമ്മ പറഞ്ഞില്ലായിരുന്നു, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അഭി തിരിച്ചു ചോദിക്കും. അന്നേരം നവ്യ പറയും, എന്നെപ്പോലെയാണോ നീ, അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും ഞാൻ എൻ്റെ അച്ഛനെ വിട്ടുകളയാൻ പോകുന്നൊന്നുമില്ല, അച്ഛൻ പറയുമ്പോഴെല്ലാം ഞാൻ അച്ഛനെ കാണാൻ പോകും എന്ന് പറയുമ്പം, എങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് നവ്യ പറയുമ്പം അഭി പറയുവാണ്, അങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും ഞാൻ ഇറങ്ങും, എനിക്കൊരു കുഴപ്പമില്ല, മൂർത്തി ജ്വല്ലറിയുടെ താഴെ പോയി AN ജ്വല്ലറി, പക്ഷേ ഇപ്പോഴും എൻ്റെ അച്ഛൻ കോടീശ്വരനാണ്, ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് മെച്ചം, അല്ലാതെ ഇവിടെ ഉള്ളവരുടെ കൂടെ നിന്നിട്ട് ഞാൻ ഇനി വളരാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് കോടീശ്വരനായ എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു, എപ്പോഴും നേട്ടം എവിടെയാണോ ഉണ്ടാകുന്നത് അതനുസരിച്ച് ഞാൻ നിൽക്കുകയുള്ളൂ, ഞാൻ എൻ്റെ കാര്യം നോക്കും എന്നിങ്ങനെ പറയുക. അന്നേരം നവ്യ മനസ്സിലോർക്കുന്നുണ്ട്, നീ നിൻ്റെ കാര്യം നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഇവിടുത്തെ നിൻ്റെ അമ്മാവന്മാരോ ഒന്നും ആയിരിക്കുകയല്ല, ഞാനായിരിക്കും, അതും നീ അങ്ങ് ഓർത്തിരിക്കുന്നത് നല്ലതായെന്നിങ്ങനെ നവ്യ മനസ്സിൽ പറയുന്നുണ്ട്. അതായത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അഭി അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ഇതിനിടയ്ക്ക് നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദുവിന് ആകെ വിഷമമാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ നവീൻ്റെ അമ്മ സമ്മതിക്കത്തില്ല എന്നതായിരുന്നു, പക്ഷേ നവീൻ്റെ അമ്മയും കൂടി സമ്മതിച്ചപ്പോഴേക്കും ആകെ വിഷമത്തിലായി. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പം കനക വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, മിക്കവാറും നവീനേട്ടൻ നിർബന്ധിച്ചതുകൊണ്ടായിരിക്കും നവീനേട്ടൻ്റെ അമ്മ ഇവിടെ വന്ന് എന്നെ വിവാഹം കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞത്, പക്ഷേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും, അവരെന്നെ സ്നേഹിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കനക, അങ്ങനെയൊന്നുമില്ല, നവീൻ മോൻ അവരുടെ ഒറ്റ മോനായതുകൊണ്ട് അവർ നിന്നെ സ്നേഹിക്കും, ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല, പിന്നെ നവീൻ മോൻ നീ പറയുന്നത് കേട്ട് നിൻ്റെ കൂടെ നിന്നോളൂല്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം വീണ്ടും നന്ദു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വിവാഹം വേണ്ടായിരുന്നു, കുറച്ച് കാലം കൂടി എനിക്ക് ഫ്രീ ആയിട്ട് നടക്കണമായിരുന്നു എന്ന്. അന്നേരം കനക പറയും, ഫ്രീ ആയിട്ട് നടന്നു, നവീൻ മോനെ വിവാഹം കഴിച്ചതിന് ശേഷം നീ ഫ്രീ ആയിട്ട് നടന്നു, ആ നവീൻ മോൻ എല്ലാത്തിനും നിൻ്റെ കൂടെ നിൽക്കുന്നേ, പിന്നെ എന്തിനാണ് നീ ടെൻഷൻ ആകുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെയും തിരിച്ചും മറിച്ചും പറഞ്ഞു നോക്കുന്നുണ്ട് നന്ദു ഈ വിവാഹം ഒന്ന് മുടക്കാൻ, പക്ഷെ കനക ഉറച്ചു തന്നെ നിൽക്കുന്നു, ഈ വിവാഹം ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞ്. ആകെ വിഷമത്തിൽ അങ്ങനെ നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.